കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് നാളെ കോടതി പരിഗണിക്കും. അതേസമയം അബിഗേലിന്റെ കുടുംബം എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നുവെന്ന് അബിഗേലിന്റെ സഹോദരൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തോന്നലാകാമെന്ന് പറഞ്ഞ് ഒതുക്കിയ പോലീസ് നടപടിക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. ഈ സംഭവം ഉണ്ടായി ഈ കുടുംബത്തെ, അതായത് ഈ കുടുംബത്തെ, ഒരു മകളും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ പിന്നീട് പിടികൂടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്ര കണ്ട ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ആ ഘട്ടത്തിൽ റജിക്കോ ഭാര്യയ്ക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു അറിവില് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ശക്തമായിട്ട് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാര്യം നമ്മൾ ആ ഒരു ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഒരിക്കലും ഒരു ഫാമിലി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു, ഞങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ 3 പേർക്ക് പുറമെ വേറെ ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയം നിങ്ങൾ പോലീസിനോട് പറയുകയോ ആ രീതിയിലേക്ക് ഇവർ അന്ന് അന്വേഷണം നടത്തുകയോ ചെയ്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നമ്മൾ പലപ്പോഴും ആ ഒരു അന്വേഷണ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, സാറേ നമുക്ക് അപ്പം എന്റെ മകൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് 4ാമതൊരാളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് 4ാമതൊരാളല്ല 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. ജോനതൻ അന്ന് പറഞ്ഞത് 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മെയിൽ, ഒരാണും ഒരു അങ്കിളും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് അന്വേഷണത്തിൽ നമുക്ക് 3 പേരെ ഉള്ളെന്നുള്ളതായിട്ടാണ്. അതായത് ഈ ചിത്രത്തിലേക്ക് ഈ 4ാമതുള്ള അജ്ഞാത വ്യക്തി, നിങ്ങളുടെ മോഹൻ പറഞ്ഞ ഈ അജ്ഞാത വ്യക്തി ഈ എന്ന ആള് പിന്നീട് ഈ ചിത്രത്തിലില്ല, ഈ കേസിൽ. മോന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അന്നും 4 പേരുണ്ടായിരുന്നു, 4 പേരാ അതില് ഫ്രണ്ടിലൊരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നിരിക്കുന്നത് അവർ 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. അല്ല, ബാക്കി മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായി വരികയും 4ാമതുള്ള ഈ ആളെ പറ്റി ഉള്ള കാര്യം മാത്രം മോന് തോന്നിയതാണ് എന്നാണ് അവർ പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഞാനിപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. നിങ്ങളുടെ മനസ്സിലൊരു സന്ദേഹമുണ്ട്, ഈ ഒരു വിഷയത്തിലൊരു സന്ദേഹം? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പൊതുസമൂഹത്തിനും ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ട്. കൊല്ലം ഓയൂരിൽ നിന്ന് അബിഗേൽ സാറ റജി എന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസ് നാളെ കോടതിയുടെ പരിഗണനയിൽ വരാൻ